Hi children, welcome to LKLS Staff Maths class. ഇന്ന് നമ്മൾ പേജ് നമ്പർ 21 കേട്ടോ SSLC അരിത്തമെറ്റിക് സീക്വൻസസ് എന്നുള്ള ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിലെ പേജ് നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റും സെക്കൻഡും അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. സോ ഇത് കണ്ടോ, രണ്ടെണ്ണം ബ്ലാങ്ക് ആയിട്ട് രണ്ട് സർക്കിൾ കൊടുത്തിട്ടുണ്ട്, empty സർക്കിൾസ്. ദെൻ ഇവിടെ എന്താ ഉള്ളത്, 24ഉം 42 ദെൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തു. സോ ഇവിടുത്തെ ഈ ഒരു സീക്വൻസിൽ വരുന്ന ഈ ഫസ്റ്റ് രണ്ട് ടേംസിനെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ഇത് വളരെ എളുപ്പമുള്ളൊരെണ്ണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. കണ്ടോ, രണ്ട് സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ദെൻ തന്നിട്ടുള്ള എന്താണ് 24ഉം 42. ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്താ കാണേണ്ടത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. സോ അതെങ്ങനെയാണ് ഡിഫറൻസ് കാണേണ്ടത്, എപ്പോഴും ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേമും അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ഇങ്ങനെ വേണം നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഞാൻ മുന്നത്തേലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഫസ്റ്റ് ടേം ആയതുകൊണ്ട്, അതായത് ആദ്യത്തെ പദം ആയതുകൊണ്ട് ഇതിന് x1 എന്ന പേര്, ഇതിന് x2 സെക്കൻഡ് ടേം ആയതുകൊണ്ട് ഇതെന്താണ് x3 ആയിരിക്കും, ഇതെന്താ x4 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്യണം, x4 മൈനസ് x3 വിച്ച് മീൻസ് വാട്ട് 42 മൈനസ് 24. കണ്ടോ, x4 എന്ന് പറഞ്ഞാൽ ആരാ, 42 ആണ്, x3 എന്ന് പറയുന്ന ആരാ, 24. സോ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 18 കിട്ടി. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറൻസ് കണ്ടെത്തി. ഇനി നോക്കിയേ, ഇങ്ങോട്ട് വരുന്തോറും ഇതിൽ നിന്ന് ഡിഫറൻസ് കുറഞ്ഞായിരിക്കും വരുന്നത്. സോ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് ടേം, അതായത് സെക്കൻഡ് ടേം ബ്ലാങ്ക് ആണ്. സോ അത് കാണാനായിട്ട് എന്ത് ചെയ്യും, സെക്കൻഡ് ടേം വിച്ച് മീൻസ് x2 ഈക്വൽ ടു ഈ 24ൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം, തായി കിടക്കുന്ന 18നെ സബ്ട്രാക്ട് ചെയ്യണം. കണ്ടോ. സോ 24 മൈനസ് 18, 24 എന്ന് പറഞ്ഞാൽ ആരാ, ഇതിൽ നിന്ന് അതായത് x3 ആണ്, തേർഡ് ടേമാണ്. തേർഡ് ടേമിൽ നിന്നും ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 6 കിട്ടി. സോ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടുത്തെ ആ ബ്ലാങ്ക് ആയിട്ട് കിടന്ന അതിൽ 6 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, ഫസ്റ്റ് ടേം കാണണം, ഇതാണ് ഫസ്റ്റ് ടേം. സോ ഫസ്റ്റ് ടേം കാണാനായിട്ട് അതാണ് x1 എന്നിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു, 6 കണ്ടുപിടിച്ചു. ആ 6ൽ നിന്ന് വീണ്ടും നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള 18 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു, കണ്ടോ, ഇവിടുത്തെ കണ്ടുപിടിച്ച ആ 6 എഴുതുക. 6 മൈനസ് 18 മൈനസ് 6 ഒന്നും എഴുതാൻ പാടില്ല. ഇവിടെ കണ്ടെത്തിയ നമ്പർ ഏതാണോ 6 ആണ്. സോ 6 മൈനസ് 18 തന്നെ അവിടെ കൊടുക്കാവുള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ 18ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, നമുക്ക് 12 കിട്ടും. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ്. കാരണം എന്തുകൊണ്ടാണ്, 18ൻ്റെ മുന്നിൽ ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിൻ്റെ മുന്നിൽ എന്ത് തന്നെ വരും, മൈനസ് തന്നെ വരും. സോ x1 നമ്മൾ കണ്ടെത്തി അല്ലേ, -12. അത് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, ലാസ്റ്റ് രണ്ട് ബ്ലാങ്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. സോ അതിനകത്ത് ഫസ്റ്റ് സർക്കിളിൽ -12, നെക്സ്റ്റ് 6, പിന്നെ 24, 42. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, രണ്ടെണ്ണം അടുപ്പിച്ച് തന്നിട്ടുള്ള കാരണം ഇതിൽ നിന്ന് ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക, അതാണ് ഡിഫറൻസ്. സോ ഇങ്ങോട്ട് പോകുന്നതും കുറഞ്ഞാണ് പോകുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, കണ്ടോ, ഇവിടെ നിന്ന് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് ഇവിടെ നിന്ന് കുറഞ്ഞല്ലേ അടുത്ത ടേംസ് കിട്ടുള്ളൂ. അപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തുക, ആ ഡിഫറൻസ് വെച്ച്, കണ്ടോ, ഡിഫറൻസ് കണ്ടെത്തി ആ ഡിഫറൻസ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടേം കിട്ടി. കണ്ടോ, 24ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു ഡിഫറൻസ്, അപ്പോൾ 6 കിട്ടി. ദെൻ 6ൽ നിന്ന് വീണ്ടും ഈ ഡിഫറൻസ് ആയിട്ടുള്ള 18 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, x1 കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ എടുത്ത് എഴുതി വയ്ക്കാം. ക്ലിയർ ആയില്ലേ. ഓക്കെ, താങ്ക് യു.